കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് പഴങ്കാച്ചിയ മോരാണ്. ചെറിയ മധുരവും പുളിയുള്ള പഴങ്കാച്ചിയ മോര് അടിപൊളി ടേസ്റ്റിയ ഒരു കറിയാണ് ഇത്. അതിനുവേണ്ടി ഏത്തപ്പഴം ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മോരും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ചട്ടി ചൂടായപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ കടുക് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പില, ഇഞ്ചി ഇത്രയും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വറവാക്കി എടുക്കുന്നുണ്ട്. അത് നന്നായി വറവായി വരുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് കീറിയതും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഏത്തപ്പഴം കട്ട് ചെയ്തെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കാനായിട്ട് ചെറിയുള്ളി, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, തേങ്ങ ഇത്ര എടുത്ത് വെക്കുക. അത് നന്നായിട്ട് അരച്ച് നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഒന്ന് തിളച്ച് തേങ്ങ വെന്ത് വരുമ്പം നമ്മൾ അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ അതിലേക്ക് മോരൊഴിച്ചു കൊടുക്കണം. മോരൊഴിച്ചു കൊടുത്ത് വരുന്നതിന് മുമ്പ് കറി ചൂടാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ പഴങ്കാച്ചിയ മോര് റെഡിയായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ